ഓണം എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ബേസിക് സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതേപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റൈസ്, വീറ്റ്, പൊട്ടറ്റോ, ടാപ്പിയോക്ക, ഓട്സ് ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ കണ്ടെയ്ൻസ് ദ Rice, wheat, potato, tapioca, oats and sweet potato contain the nutrient carbohydrate. What forms are these nutrients seen in them? Rice, wheat, potato, അരി, വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്, ടാപ്പിയോക്ക കപ്പ, ഓട്സ്, സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ്. ഇതിലെല്ലാം മെയിനായിട്ടുള്ള ന്യൂട്രിയൻറ്റ് ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഫോംസ് ആർ ദീസ് ന്യൂട്രിയൻസ് സീൻ ഇൻ ദം? ഏത് രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്, ഈ ന്യൂട്രിയൻസ് കാണപ്പെടുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ സ്റ്റാർച്ച് ആണ്. ഓക്കെ, സ്റ്റാർച്ച് രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് ആർ present mainly in the form of starch. Okay, in rice, wheat, potato, tapioca, oats and sweet potato. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which food contain vitamin that helps the proper functioning of nerves? നെർവ്സിൻ്റെ നാഡീവ്യവസ്ഥകളുടെ പ്രോപ്പർ ഫങ്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. വൈറ്റമിൻ ബി ആണ്. ഓക്കെ, വൈറ്റമിൻ ബി ആണ് നെർവ്സ്, അതേപോലെ ഹാർട്ട്, അതേപോലെ സ്കിന്ന്. ഓക്കെ, വൈറ്റമിൻ ബി ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സ് മാത്രമല്ല ബ്രെയിന്, അതേപോലെ തന്നെ നെർവ്സ്, പിന്നെ ഹാർട്ട്, സ്കിൻ, ഇതിനൊക്കെ എന്ത് വേണം? വൈറ്റമിൻ ബി വേണം. നമ്മൾ പേജ് നമ്പർ 15 ആ കോളം നമ്മൾ ശരിക്ക് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വൈറ്റമിൻ എ മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ, ഹെയർ. അപ്പം ഐ, കണ്ണ്, സ്കിന്ന്, ഹെയർ, ഇതിനൊക്കെ നമുക്ക് വൈറ്റമിൻ എ വേണം. അപ്പോൾ വൈറ്റമിൻ ബിയും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിലേതെങ്കിലും വരാം. അപ്പോൾ നമ്മൾ ഈ ടേബിൾ പഠിച്ചു വെക്കണം. വൈറ്റമിൻ എ ഫോർ ഐ, സ്കിൻ, ഹെയർ. വൈറ്റമിൻ ബി ഫോർ ബ്രെയിൻ, നെർവ്സ്, ഹാർട്ട് ആൻഡ് സ്കിൻ. വൈറ്റമിൻ സി എന്താണ്? ടീത്ത്, ഗമ്മ്, ബ്ലഡ് വെസൽ, ഫോർ ഇമ്മ്യൂണിറ്റി. ഓക്കെ, വൈറ്റമിൻ സി എന്താണ്? ടീത്താണ്, മെയിനായിട്ട് ടീത്താണ് വൈറ്റമിൻ സി. അതിന് വൈറ്റമിൻ സി ടീത്തുമായിട്ട് പ്രശ്നമുള്ളവർക്ക് ഗൂസ്ബെറി, അതായത് നെല്ലിക്ക, ലെമണൊക്കെ തിന്നണമെന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് ഗൂസ്ബെറിയിലും അതേപോലെ തന്നെ ലെമണിലൊക്കെയാണ്. ഇനി വൈറ്റമിൻ ഡി എന്തിനാണ് ആവശ്യം? ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. അപ്പം ബോൺസ് ആയിട്ടുള്ള റിലേറ്റഡ് വൈറ്റമിൻ ഡി ആണ്. ഇനി വൈറ്റമിൻ ഇ, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സ്. വൈറ്റമിൻ ഇയും പ്രോപ്പർ ഫങ്ഷൻ നെർവ്സിന്. അപ്പോൾ വൈറ്റമിൻ ബി എഴുതിയാലും ഇ എഴുതിയാലും കറക്റ്റ് ആണ്. ഇനി അടുത്തത് വൈറ്റമിൻ കെ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വൂൺസ് ഒക്കർ. നമുക്ക് പരിക്ക് പറ്റുമ്പോൾ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന എന്താണ്? വൈറ്റമിൻ കെ ആണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് വരികയാണ്. എൻ്റെ മോനിക്ക് പല്ലിന് പ്രശ്നമുണ്ട്, അപ്പം എന്താണ് ഞാൻ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പം നിങ്ങൾ എൻ്റെ വൈറ്റമിൻ സി ആണ് പല്ലുമായിട്ടുള്ള പ്രശ്നത്തിനുള്ള കാരണം. അപ്പം എന്താണ്? ഫുഡ് റീച്ച് ഇൻ വൈറ്റമിൻ സി ഷുഡ് ബി ടേക്കൺ. ഓക്കെ, അങ്ങനെ നോക്കൂ, സ്റ്റേറ്റ്മെന്റ് ആണ്, റീസണും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? അയൺ ടാബ്ലറ്റ് ഈസ് കമ്പൽസറി ഗിവൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ സ്കൂൾസ് വൺസ് ഇൻ എ വീക്ക്. അയൺ ടാബ്ലറ്റ് എല്ലാ കുട്ടികൾക്കും വൺസ് ഇൻ എ വീക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ എന്തിനാണ്? ഹീമോഗ്ലോബിൻ ഒക്കെ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട അനീമിയ, ഇതൊക്കെ അയണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? അയണിൻ്റെ വീക്കിൽ കൊടുക്കണം എന്നാണ്. അപ്പോൾ എന്താണ് അഭിപ്രായം? അയൺ ടാബ്ലറ്റ്സ് ആർ ദേ enhance for growth of children. First statement, children who take the iron tablet do not have anemia because iron tablet blocks the formation of hemoglobin in the blood. അടുത്തത്, iron tablet plays an important role in the formation of hemoglobin in the blood. അപ്പം മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ആൻസർ കേട്ടോ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. അയൺ പ്ലേസ് an important role in the formation of hemoglobin in the blood.
Those who consume sufficient ions are less likely to develop anemia. അപ്പോൾ അയൺ കഴിക്കുന്നവർക്ക് അനീമിയ തുടങ്ങിയുള്ള അസുഖങ്ങൾ വളരെ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നുള്ള പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. അവിടെ രണ്ട് സാധനങ്ങൾ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ഒരു ബാറ്ററിയും ഉണ്ട്, ഒരു നീഡിലും ഉണ്ടല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. റൈറ്റ്, വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡഡ് ടു മേക്ക് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേറെ എന്ത് മെറ്റീരിയൽ ആണ് വേണ്ടത്? ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് മെറ്റീരിയൽ ആണ്. ബാക്കി എത്ര മെറ്റീരിയൽ വേണമെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ബാറ്ററി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ബാറ്ററി ഉണ്ട്, അതേപോലെ ഒരു നെയിലും ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഇൻസുലേറ്റർ, കോപ്പർ വയർ വേണം, പിന്നെ പിന്നും വേണം. ഓക്കെ, നമുക്ക് അതൊക്കെ എഴുതാം. The other material needed are insulator, copper wire and iron nail ആണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് ഇറ്റ്. എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈൻഡ് ദ ഇൻസുലേറ്റർ കോപ്പർ വയർ അറൗണ്ട് ദ അയൺ നെയിൽ. അയൺ നെയിലിന്റെ ചുറ്റും നമ്മുടെ ഇൻസുലേറ്റർ കോപ്പർ വയർ ഇങ്ങനെ കെട്ടുക. ആൻഡ് കണക്ട് ദ എൻഡ്സ് ഓഫ് വയർ ടു ദ ബാറ്ററി. അതിൻ്റെ വയറിൻ്റെ ഹെൻസ് എന്ത് ചെയ്യണം? നമ്മൾ ബാറ്ററിയോട് കണക്ട് ചെയ്യണം. വെൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ദ കോയിൽ ദ നെയിൽ ബിക്കംസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇലക്ട്രിക് കറന്റ് ആ കോയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്താണ്, നെയിലും എന്താണ്, ആണിയും എന്താകുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് ആവുന്നു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ബാറ്ററി വേണം, ബാറ്ററി വേണം, കണക്ടർ വേണം, ഇൻസുലേറ്റർ കോപ്പർ വയർ വേണം, സോഫ്റ്റ് അയൺ നെയിൽ വേണം, 3 പിൻസ് വേണം. അങ്ങനെ 5 സാധനങ്ങളാണ് വേണ്ടത്. ഇതെങ്ങനെയാണ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ആൻ എക്സ്പെരിമെന്റ് ടു ടെസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ ഓഫ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ നമ്മളൊരു പരീക്ഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേസ് സം അയൺ പിൻസ് ഓർ പേപ്പർ ക്ലിപ്സ് നിയർ ദ ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിന്റെ അടുത്ത് അയൺ പിന്നോ അല്ലെങ്കിൽ പേപ്പർ ക്ലിപ്സോ വെക്കുക. സ്വിച്ച് ഓൺ ദ സർക്യൂട്ട് ആൻഡ് ഒബ്സർവ് വെദർ ദ പിൻസ് ആർ അട്രാക്റ്റഡ്. ദെൻ ഡിസ്കണക്ട് ദ ബാറ്ററി ആൻഡ് ഒബ്സർവ് അഗെയിൻ. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിൻസ് അട്രാക്ട് ചെയ്യുക, പക്ഷെ നമ്മൾ പിന്നെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ആ അട്രാക്ഷൻ അവിടെ തന്നെ ഉണ്ടാവും. ഇത് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അട്രാക്ഷൻ വെൻ കറന്റ് ഫോൾസ് ഷോസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. അപ്പോൾ ഇത് ഒരു മിനിറ്റ്, 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു മാഗ്നറ്റ്സ് ആർ ഗിവൺ ബിലോ. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? എ നെയിൽ അറ്റാച്ച്ഡ് ടു എ പെർമനന്റ് magnet attracts a pin, so the nail also is a permanent magnet. Lodestone is a permanent magnet. Unlike poles of a magnet repel and like poles attract. ഇത് ഏതൊക്കെയാണ് ശരി? സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 4ഉം ആണ് ശരി. ആൻസർ ഡി ആണ്. ഓക്കെ, ഡി ആണ് ആൻസർ. ഏതൊക്കെയാണ്? ലോഡ്സ്റ്റോൺ ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്, അത് ശരിയാണ്. അതേപോലെ ലൈക്ക് പോൾസ് ഓഫ് എ മാഗ്നറ്റ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്, ഇത് രണ്ടും മാത്രമാണ് ഇതിൽ ശരി കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവിംഗ് ഷേപ്പ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്കെൽട്ടൺ. അപ്പോൾ സ്കെൽട്ടൺ എന്ന പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ചാപ്റ്റർ ലെറ്റർ സ്റ്റാൻഡ് സ്ട്രേറ്റ് എന്ന പാഠഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ സ്കെൽട്ടൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്കെൽട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ്. ബോൺസിൻ്റെ ഫ്രെയിം വർക്ക് ആണെന്നാണ് പറയുന്നത് അല്ലേ. ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ്. അതുകൊണ്ടുള്ള നമുക്ക് പ്രയോജനം എന്താണ്? 2 പ്രയോജനമാണുള്ളത്. സപ്പോർട്ടും നൽകുന്നുണ്ട്, പിന്നെ ഷേപ്പും നൽകുന്നുണ്ട്. സപ്പോർട്ടും ഷേപ്പും ആണ് സ്കെൽട്ടൺ നമുക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഗിവിംഗ് ഷേപ്പ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്കെൽട്ടൺ. റൈറ്റ് ടു അതർ ഫംഗ്ഷൻ ഓഫ് സ്കെൽട്ടൺ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ദ നമ്പർ ഓഫ് ബോൺസ് ആർ ഗിവൺ. അപ്പോൾ വെർട്ടബ്രൽ കോളം 33 ആണ്. റിബ്സ് എത്രയെന്ന് എഴുതണം, 22 ഉള്ളത് എന്താണെന്ന് എഴുതണം, ലെഗിന് എത്ര ബോൺസ് ഉണ്ട് എന്ന് എഴുതണം, 1 ഉള്ളത് എന്താണെന്ന് എഴുതണം. ഓക്കെ, നമുക്ക് എഴുതിയേക്കാം. ഓക്കെ, ഷേപ്പ് നൽകുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വേറെ 2 ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത്.
ഹെൽപ്സ് ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സ്കെൽറ്റൻ ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബോഡി പാർട്സും നമ്പർ ഓഫ് ബോൺസും ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. വെർട്ടിബ്രൽ കോളം 33 ഉണ്ട്. ഇത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. റിബ്സ് എത്രയാണ്? 24ആണ്. 24 ആണ്. റിബ്സ് എത്രയാണ്? 24. സ്കള്ള് 22 ആണ്. ലെഗിന് എത്രയുണ്ട്? 31 എല്ലുകളാണുള്ളത്. ലെഗിന് എത്ര എല്ലുകളാണുള്ളത്? 31. 31 ബോൺസ് ആണുള്ളത്. ഓക്കെ, പിന്നെ 1 ഉള്ളത് എന്താണ്? 1 മാത്രം ഉള്ളത് എന്താണ്? സ്റ്റേണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ നല്ലവണ്ണം പഠിച്ചു വെക്കുക. നമ്മുടെ ബോഡിയിൽ എത്ര പിന്നെ എത്ര എല്ലുണ്ട്? ടോട്ടൽ എല്ല് എത്ര ഉണ്ട്? ടോട്ടൽ ബോൺസ് 206 ആട്ടോ. 206 ആണ് നമ്മുടെ ടോട്ടൽ ബോൺസ്. അതിൽ ഓരോ ഭാഗങ്ങളിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെട്രിബിളിൽ എത്ര ഉണ്ട്? വെട്രിബൽ കോളത്തിൽ 33 ഉണ്ട്. അതേപോലെ തന്നെ റിബ്സിൽ 24 ആണുള്ളത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. റിബ്സിൽ 12 പെയർസ് ഓഫ് റിബ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. അതേപോലെ വെട്രിബൽ കോളത്തിൽ നമുക്ക് 33 ആണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇപ്പൊ സ്കള്ളിലുള്ളത് 22 ബോൺസ് ആണ്. സ്കള്ളിലുള്ള എത്രയാണ്? 22 ബോൺസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ജോയിൻസ് ആണ്. ഓക്കെ, അപ്പൊ ലെഗിലുള്ളത് 31, അതും പഠിച്ചു വെക്കുക. ലെഗിലുള്ളത് 31 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3 statements on joints are given below. Write down the correct option. Hinge joint is the joint that has more freedom of mobility. ഓക്കെ, ഹിഞ്ച് ജോയിന്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പാർട്ട് വേർ 2 or more ബോൺസ് മീറ്റ്. 2 or 3 എല്ലുകൾ കൂടുന്ന സ്ഥലത്തുള്ള ജോയിന്റിനാണ് എന്ത് പറയുന്നത്? ആ പാർട്ടിനെയാണ് ജോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അതിലൊന്നാണ് ഹിഞ്ച് ജോയിന്റ് അല്ലെ. ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ഇത് നമ്മുടെ എൽബോയിലൊക്കെ കാണുന്ന ഒരു ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. എൽബോയിലൊക്കെ കാണുന്ന ജോയിന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് എന്താണ്? പിവോട്ട് ജോയിന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. വൈ? വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് കൊളസ്ട്രോൾ ഈസ് ഇൻ എക്സസ്? നമുക്ക് പിന്നെ മോഡറേറ്റ് കൊളസ്ട്രോൾ ഒക്കെ കൂടിപ്പോയാൽ പ്രശ്നമാണ്. അപ്പം നമുക്ക് മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ മതി. അതെന്തുകൊണ്ടാണ്? എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. A moderate amount of cholesterol is required for the body. If there is excess cholesterol in the blood, it gets deposited in the inner wall of blood vessels and prevents blood flow. This may causes fat diseases like stroke and heart failures. അപ്പോൾ കൊളസ്ട്രോൾ കൂടിപ്പോയാൽ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാവുക? അത് ബ്ലഡ് വെസൽസിന്റെ ഇന്നർ വാളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ബ്ലഡിന്റെ ഒഴുക്ക് അവിടെ നിൽക്കും. പ്രിവെന്റ്സ് ബ്ലഡ് ഫ്ലോ. അത് എന്തൊക്കെ അസുഖത്തിന് കാരണമാക്കും? സ്ട്രോക്ക് ഉണ്ടാകുന്നതിനും ഹാർട്ട് ഫെയിലിയേഴ്സ്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാകുന്നതിനൊക്കെ അത് കാരണമാകുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മോം, ആർ യു കുക്കിംഗ് അവിയൽ കീപ്പിംഗ് ദ വെസൽ ഓപ്പൺ? ഈസ് ഇറ്റ് പ്രോപ്പർ? അമ്മേ, അവിയൽ ഉണ്ടാക്കുകയാണോ? ഇതെന്താണ്? പാത്രം തുറന്നിട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ? എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് മെഷേഴ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ കുക്കിംഗ് ടു പ്രിവെന്റ് ദ ലോസ് ഓഫ് ന്യൂട്രിയൻ വാല്യൂ? അപ്പൊ നമ്മുടെ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ the child asked this because cooking food in an open vessel for a long time can cause the loss of some nutrients. അപ്പോൾ ഈ വെസൽസിൽ കുറേ സമയം ഇങ്ങനെ ഓപ്പൺ വെസലിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു പോകും. എസ്പെഷ്യലി ഹീറ്റ് സെൻസിറ്റീവ് ആൻഡ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ്. ഹീറ്റ് സെൻസിറ്റീവ് ആയതും വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കുക്ക് ഫുഡ് ഫോർ ദ റിക്വയർഡ് ടൈം ഓൺലി. കൂടുതൽ നേരം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യരുത്. യൂസ് ലെസ് വാട്ടർ വൈൽ കുക്കിംഗ്. കുറച്ച് വെള്ളം ഉപയോഗിക്കുക. കീപ് ദ വെസൽ കവേർഡ് വൈൽ കുക്കിംഗ്. പിന്നെ അവോയ്ഡ് ത്രോയിങ് അവേ ദ കുക്കിംഗ് വാട്ടർ. വെള്ളം ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്ത വെള്ളം നമ്മൾ ഒഴിവാക്കരുത്. അപ്പോൾ അതിലായിരിക്കും ന്യൂട്രിയൻസ് ഉണ്ടാക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്താം? വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിങ് ദം.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Vitamin and A deficiency diseases are given in the table below. Which of the given options is correct? അപ്പോൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഏതാണെന്ന് നോക്കാം. വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, വൈറ്റമിൻ ബി മൗത്ത് അൾസർ ആണ്, വൈറ്റമിൻ സി സ്കർവി ആണ്, വൈറ്റമിൻ ഡി റിക്കറ്റ്സ് ആണ്. ഓക്കെ, വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, വൈറ്റമിൻ ബി മൗത്ത് അൾസർ, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി റിക്കറ്റ്സ്. അപ്പോൾ വരുന്നത് ഏതാണ്? എ ഡി വരുന്നത് ഏതാണ്? ഒന്ന് സി, അതേപോലെ തന്നെ 2 ഡി. ഒന്ന് സി 2 ഡി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A skeleton in the science lab of a school is given below. Okay, write the names of the function of the parts labeled in the figure. What type of bonds forms pinna? Understand the statement and the reason given below and choose the correct answer from the following. Okay, അപ്പോൾ നമുക്ക് write the names and function of the pairs labeled in the figure. ഇതിൽ ലേബൽ ചെയ്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Prepare for relevant question to be asked to a doctor in a monthly program. Let us ask the doctor organized by the school health club to understand about deficiency diseases. അപ്പം ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ച് ഒരു ഡോക്ടർ വരികയാണ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ചൈൽഡ് ഒപ്പീനിയൻ ദാറ്റ് ലേഡീസ് ഫിംഗർ contains high level of cholesterol on seeing the mucilage while cutting. Do you agree with the opinion of the child? Plan an experiment to prove your ഒപ്പീനിയൻ. അപ്പം വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ അതിലൊരു വഴുവഴുപ്പ് കാണില്ല. അപ്പോൾ ആ കുട്ടി പറയാണ് അത് കൊളസ്ട്രോൾ ആണ്. അപ്പോൾ അത് കൊളസ്ട്രോൾ ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ ഇതെന്താണ്? ഫുഡ് ഐറ്റംസും അതിൻ്റെ വൈറ്റമിൻസും ആണ്. അത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 5 റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ഡെഫിഷ്യൻസി ഡിസീസസ്? എന്തൊക്കെയാണ് ഡോക്ടർ വന്നാൽ നമ്മൾ ചോദിക്കാൻ പോകുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദ മേജർ കോസസ് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസസ്? അതിന് കാരണം എന്താണ്? വിച്ച് ഡെഫിഷ്യൻസി ഡിസീസസ് ആർ കോസ്ഡ് ബൈ ലാക്ക് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്? വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ അഭാവം മൂലം നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്തെല്ലാം? ഹൗ ക്യാൻ വി പ്രൊട്ടക്റ്റ് ഡെഫിഷ്യൻസി ഡിസീസസ് ത്രൂ എ ബാലൻസ്ഡ് ഡയറ്റ്? നമുക്ക് ബാലൻസ്ഡ് ഡയറ്റിലൂടെ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇതാണ് ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ ചോദിച്ചത് എന്താണ്? ലേഡീസ് ഫിംഗറിൻ്റെ മ്യൂസിലേജ് എന്താണ്? കൊളസ്ട്രോൾ ആണോ എന്ന്? അല്ല. നോ, ഐ ഡു നോട്ട് അഗ്രി. ദ മ്യൂസിലേജ് ഇൻ ലേഡീസ് ഫിംഗർ ഈസ് നോട്ട് കൊളസ്ട്രോൾ. ടേക്ക് സം ഫ്ലഷി കട്ട് ലേഡീസ് ഫിംഗർ ആൻഡ് ഒബ്സർവ് ദ മ്യൂസിലേജ്. ടേക്ക് എ സ്മോൾ amount of mucilage and add to a suitable food testing reagent under the proper laboratory guidance. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് പിന്നെ വൈറ്റമിൻ അടങ്ങിയ ഫുഡ്, അതിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. വൈറ്റമിൻ എ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫിഷും ക്യാരറ്റിലുമാണ്. വൈറ്റമിൻ ബി മട്ട റൈസിലും അമരാന്തസിലും. വൈറ്റമിൻ സി ഗൂസ്ബെറി ലെമൺ ആണ്. വൈറ്റമിൻ ഇ ഗ്രൗണ്ട് നട്ട് ആൽമണ്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വൈറ്റമിൻ എ ഫിഷ് ആൻഡ് ക്യാരറ്റ്, വൈറ്റമിൻ ബി മട്ട റൈസ് ആൻഡ് അമരാന്തസ്, വൈറ്റമിൻ സി ഗൂസ്ബെറി ആൻഡ് ലെമൺ, വൈറ്റമിൻ ഇ ഗ്രൗണ്ട് നട്ട് ആൻഡ് ആൽമണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിംസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നോക്കാം. സ്കൾ എന്ന് പറയുന്നത് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ആൻഡ് സെൻസറി ഓർഗൻസ്. വെർട്ടിബ്രൽ കോളം പറയുന്നത് സപ്പോർട്ട്സ് ദ ബോഡി ആൻഡ് പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ്. റിബ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ ഹാർട്ട്, ലെങ്ത് ആൻഡ് സം മേജർ ബ്ലഡ് വെസൽസ്. ഹിപ്പ് ബോൺ എന്ന് പറയുന്നത് സപ്പോർട്ട്സ് ദ ബോഡി ആൻഡ് കണക്ട്സ് ദ ട്രങ്ക് വിത്ത് ദ ലെങ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്പ് ബോൺ ഫോംസ് പിന്ന കാർട്ടിലേജ് ഫോംസ് ദ പിന്ന. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാക്ക് വെൻ ദർ ഈസ് ആൻ ഇഞ്ചുറി ഇൻ ദ
vertebral column. Spinal cord, an important part of the nervous system, passes through the vertebral column. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസണും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ശരിയാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. It is difficult to walk when there is an injury in the vertebral column. Vertebral column-ത്തിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ നടക്കാൻ കഴിയുമോ? ഇല്ല, നടക്കാൻ കഴിയില്ല. അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത് സ്പൈനൽ കോഡ്, an important part of a nervous system pass through the vertebral column. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമ്മുടെ ബാർ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ ചൈൽഡ് ബ്രോട്ട് എ മാഗ്നറ്റ് ഇൻ ദ ക്ലാസ് ഫോർ കണ്ടക്ടിങ് ആൻ എക്സ്പെരിമെന്റ്. ദ മാഗ്നറ്റ് ഡിഡ് നോട്ട് ഹാവ് മാഗ്നറ്റിക് ഫോഴ്സ്. റൈറ്റ് എനി ടു സിറ്റുവേഷൻ വിച്ച് ലെഡ് ടു ദ ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സസ് ഓഫ് ദ മാഗ്നറ്റ്. ഒരു കുട്ടി മാഗ്നറ്റ് ക്ലാസ് കൊണ്ടുവന്നു എക്സ്പെരിമെന്റിന് വേണ്ടിയാണ്. പക്ഷേ എന്താണ്, മാഗ്നറ്റിന് മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എഴുതുക. ഒന്ന്, ഹീറ്റിംഗ് ദ മാഗ്നറ്റ് സ്ട്രോങ്ലി. മാഗ്നറ്റ് സ്ട്രോങ് ആയിട്ട് നല്ലോണം ശക്തിയായിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ മാഗ്നറ്റിക് പവർ പോവും. അല്ലെങ്കിൽ ഡ്രോപ്പിംഗ് ഓർ ഹാമറിങ് ദ മാഗ്നറ്റ് റിപ്പീറ്റ്ലി. നമ്മൾ അടിക്കുക, ഹാമർ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മാഗ്നറ്റ് പവർ പോകും. ഹൗ ആർ യു മാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ് കെപ്റ്റ് ടു പ്രിവെന്റ് മാഗ്നറ്റിക് ഫോഴ്സ്. യു മാഗ്നറ്റും ബാർ മാഗ്നറ്റും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് പോവാതെ പ്രിവെന്റ് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? യു മാഗ്നറ്റ് സോഫ്റ്റ് അയൺ കീപ്പർ ഈസ് പ്ലേസ്ഡ് അക്രോസ് ടു പോൾസ്. യു മാഗ്നറ്റ് വെച്ചാൽ അതിൻ്റെ രണ്ടറ്റത്തും ഒരു സോഫ്റ്റ് അയൺ കീപ്പർ വെക്കും. അതുകൊണ്ട് എന്താണ്, മാഗ്നറ്റിക് ഫോഴ്സ് പോവില്ല. ബാർ മാഗ്നറ്റിലാണെങ്കിൽ ടു ബാർ മാഗ്നറ്റ് ആർ കെപ്റ്റ് ടുഗദർ വിത്ത് ദ അലൈൻഡ് പോൾസ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് സോഫ്റ്റ് അയൺ കീപ്പേഴ്സ് പ്ലേസ്ഡ് അക്രോസ് ദ എൻ്റെ. അപ്പം കീപ്പേഴ്സ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ സ്റ്റോപ്പർ വെച്ചിട്ടാണ് പിന്നെ ഈ മാഗ്നറ്റിക്കിനെ റീറ്റെയിൻ ചെയ്യുന്നതൊക്കെ. റീറ്റെയിൻ ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റോപ്പറാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കീപ്പർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഉള്ളത് ഓവൽ മാഗ്നറ്റ് ആണ്. 1C ആണ് ഓവൽ മാഗ്നറ്റ്. പിന്നെ ഹോർസ്ഷൂ മാഗ്നറ്റ് ആണ് രണ്ടാമത് വരുന്നത്. പിന്നെ സിലിണ്ടർ മാഗ്നറ്റിക് ആണ് ഇത് വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് യു മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് two person trapped in the sea had to reach in the southern shore. They have a twine and bar magnet only. Which property of magnet they have made use of? Explain the activity they have performed. അപ്പം രണ്ട് ആൾക്കാരുണ്ട്, അവർ സദേൺ ഷോറിലാണ്. അവരുടെ അടുത്ത് ഒരു ട്വൈനും ഉണ്ട്, ഒരു ബാർ മാഗ്നറ്റും ഉണ്ട്. അപ്പം എന്ത് പ്രോപ്പർട്ടിയാണ് അവർ ഇതിന് വേണ്ടി യൂസ് ചെയ്തത്? ദേ മെയ്ഡ് യൂസ് ഓഫ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്. അടുത്തത് ദ ബാർ മാഗ്നറ്റ് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു ഓൾമോസ്റ്റ് 2 equal halves. ഹൗ മെനി പോൾസ് ഡസ് ഈച്ച് പീസ് ഹാവ്? ഇല്ലസ്ട്രേറ്റ് ദ. അപ്പോൾ എന്താണ്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഈച്ച് ബ്രോക്കൺ പീസ് ബിക്കം എ സ്മോൾ മാഗ്നറ്റ് വിത്ത് 2 പോൾസ്. അപ്പോൾ വീണുപോയ ആ മാഗ്നറ്റ് 2 മാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ, 2 പോൾസ് ഉള്ള 2 മാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which statement is given below are true in each broken pieces? ഏതാണ് സ്റ്റേറ്റ്മെന്റ് ശരി എന്നുള്ളതാണ്. കുറേ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി. മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി. അതെന്താണ്? വിൽ ഗെറ്റ് 2 സ്മോൾ മാഗ്നറ്റ് ആൻഡ് ഈച്ച് ഓഫ് ദം ഹാവ് എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ഓക്കെ, 2 മാഗ്നറ്റ് നമുക്ക് കിട്ടും. അതിന് രണ്ടിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. ഓക്കെ,